+2 അക്കൗണ്ടൻസിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഈ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്നത്. റീവാലുവേഷൻ അക്കൗണ്ട് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ചെയ്ത് നോക്കാം. A and B are equal partners in a firm. Their balance sheet as on 31st March 2024 are given below. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ദേ അഗ്രീ ടു അഡ്മിറ്റ് സി ഇൻ ടു ദ ഫേം 1/4 ഷെയർസ് ഓഫ് ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്. എ ആൻഡ് ബി എന്ത് സംഭവിച്ചിട്ടുണ്ട്? സി എന്ന് പറഞ്ഞൊരു പുതിയൊരു പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ടൈമിലാണ് എന്തുണ്ടാവുക? റീവാലുവേഷൻ കാര്യങ്ങൾ നടക്കുക. റീവാലുവേഷൻ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കും? അസറ്റ്സും ലയബിലിറ്റീസും ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്താണ് വാല്യൂസ് കാര്യങ്ങൾ നോക്കും. ഓക്കെ, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. പെർട്ടിക്കുലർ എമൗണ്ട് എന്നാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്താക്കണം? ബിസിനസ്സിലേക്ക് വന്ന പ്രോഫിറ്റ് ആണോ നോക്കിയിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അതേപോലെ ബിസിനസ്സിന് വന്ന ലോസ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതാം? ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഓക്കെ, നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻ, റിവാലുവേഷൻ ചെയ്ത കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ്, സ്റ്റോക്ക് ഈസ് ടു ബി വാല്യൂഡ് അറ്റ് ₹15,000. 15,000 ആണ് റിവാലുവേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്തേ തന്നത്? 12,000 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 12,000ഉം 15,000 ഡിഫറൻസ് എത്ര ഉണ്ട്? 3,000. ഈ 3,000 കൂടിയതല്ലേ? കൂടുമ്പോൾ എന്താണ്? ബിസിനസ്സിന് പ്രോഫിറ്റ് അല്ലേ? അത് നമ്മൾ എവിടെ എഴുതണം? സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അറ്റ് 10% ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഡെപ്റ്റേഴ്സിൻ്റെ 10% ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഡെപ്റ്റേഴ്സ് നമുക്ക് തന്ന എത്ര? 5,000. 5,000ൻ്റെ 10% കാണാം. അപ്പോൾ നമുക്ക് 500 കിട്ടും. ഇപ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടാനുള്ള ഒരു അസറ്റായിരുന്നു ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഡെപ്റ്റേഴ്സിൽ എന്തായി? കുറവ് സംഭവിച്ചു. 10% നമുക്ക് കിട്ടൂല എന്നുള്ളൊരു പ്രൊവിഷനാണ് അല്ലേ? അപ്പോൾ എന്തായി? നമ്മുടെ പ്രോഫിറ്റ് കുറയുമ്പോൾ നമ്മൾ എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അടുത്ത പോയിന്റ്, വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് അപ്രിസിയേറ്റഡ് അറ്റ് 10% എന്ന് പറഞ്ഞാൽ. ഇപ്പം അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ കൂടി എന്നാണ് പറയുന്നത്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 75,000 ആയിരുന്നു. 75,000ൻ്റെ 10% വാല്യൂ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വരും? 7,500 ആണ് എന്ത് വരിക? അതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ വാല്യൂ കൂടുമ്പോൾ നമുക്ക് ഏത് സൈഡിലാണ് എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് പ്രോഫിറ്റാണ്, കൂടിയതാണ്, വാല്യൂ കൂടി. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിഷനറി ഡിപ്രീസിയേഷൻ അറ്റ് 10%. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ കുറയുക. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുക. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞ് 10% വാല്യൂ കുറഞ്ഞ്. മിഷനറിൻ്റെ വാല്യൂ 10% കുറഞ്ഞ്. മിഷനറിൻ്റെ വാല്യൂ എത്ര ആയിരുന്നു ഉള്ളത്? 50,000. ഓക്കെ, 50,000 എന്തായി? കുറഞ്ഞ് 10% കുറഞ്ഞ്. 10% കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? 5,000 ആയി മാറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ ആ വാല്യൂ കുറയുമ്പോൾ നമ്മൾ ഏത് സൈഡിലാണ് എഴുതണ്ടേ? ഡെബിറ്റ് സൈഡിൽ എഴുതണ്ടേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന പ്രോഫിറ്റ് കുറയല്ലേ അല്ലേ? ബിൽഡിങ്ങിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ എവിടെ എഴുതണം? ബിൽഡിംഗ് അല്ല, മിഷനറിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ? അത് എവിടെ എഴുതണം? നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ഇന്ന് നമുക്ക് 2 ടോട്ടലും ചെയ്യാം. ടോട്ടൽ ചെയ്താൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, അതേപോലെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ ലോസാണ്. 2 ഭാഗം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ഡിഫറൻസ് കിട്ടുന്ന വാല്യൂ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഡിഫറൻസ് കിട്ടുന്ന വാല്യൂ എത്ര വരുന്നത്? 5,000 ആണ് കിട്ടുന്നത്. ആ 5,000 നമ്മൾ ആർക്കൊക്കെ കൊടുക്കണം? എക്കും കൊടുക്കണം, ബിക്കും കൊടുക്കണം അല്ലേ? അവർക്ക് എങ്ങനെ കൊടുക്കണം? ഒരു റേഷ്യോയിൽ, ഓൾഡ് റേഷ്യോയിൽ കൊടുക്കണം. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈക്വലാന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടാക്കും പകുതി കൊടുക്കണം. അപ്പോൾ 5,000ൻ്റെ പകുതി 2,500 ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റിവാലുവേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് നോക്കുക. സ്റ്റോക്ക് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, സിമ്പിളല്ലേ? ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.